Hello, welcome to Red Short Talks. സ്വാഗതം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾ പങ്കുവച്ച ഒരു വിശകലനമാണ് നോക്കാൻ പോകുന്നത്. ഇത് 2025 സെപ്റ്റംബർ 24 നാളത്തേക്കുള്ള നിഫ്റ്റി 50 ട്രേഡിങ്ങിനായുള്ള ഒരു ട്രേഡ് പ്ലാൻ ആണല്ലേ. ഇന്നലത്തെ, അതായത് സെപ്റ്റംബർ 23 മാർക്കറ്റ് സാഹചര്യം വെച്ചാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. നമസ്കാരം. അതെ, ഇത് നാളത്തെ വിപണിയിലേക്കൊരു തയ്യാറെടുപ്പ് നടത്താൻ സഹായിക്കുന്ന ഒരു പ്ലാനാണ്, ഒരു റോഡ് മാപ്പ് പോലെ. ഇതിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. അതായത് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്, എവിടെ അവസരമുണ്ടാവാം, അതുപോലെ നഷ്ടം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ഇതൊരു പ്രവചനമല്ല കേട്ടോ, സാധ്യതകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ശരിയാണ്. അപ്പോ കൂടുതൽ ആമുഖം വേണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലത്തെ മാർക്കറ്റ് സെപ്റ്റംബർ 23 എന്തായിരുന്നു അവസ്ഥ? അവിടുന്ന് തുടങ്ങാം അല്ലെ? തീർച്ചയായും. ഇന്നലെ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത് ഏകദേശം 25,169 എന്ന ലെവലിലാണ്. തലേ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു കുറവ്, ഒരു 0.13% ഒരു ഇടിവ്. ഒറ്റ നോട്ടത്തിൽ വലിയ മൂവ്മെന്റ് ഇല്ലെന്ന് തോന്നാം, പക്ഷേ ചില ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ഈ വിശകലനത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന സൂചകങ്ങൾ വല്ലതും ഉണ്ട്. പ്രധാനമായിട്ടും RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ ഈ റിപ്പോർട്ടില് 48 കാണിക്കുന്നത്. RSI ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണല്ലോ, മാർക്കറ്റിന്റെ ശക്തി അളക്കാൻ സഹായിക്കും. സാധാരണ 30 താഴെ ഓവർസോൾഡ്, 70 മുകളിൽ ഓവർ ബോട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോ 48 എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബാലൻസ്ഡ് അവസ്ഥയാണ്. ഓവർ ബോട്ടോ ഓവർ സോൾഡോ അല്ല, ഒരു ന്യൂട്രൽ സോൺ. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഒരു ദിശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെന്തെങ്കിലും ഇന്നലത്തെ മാർക്കറ്റിൽ ഈ പ്ലാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെയുള്ളത് വോളിയമാണ്. വില താഴോട്ട് വന്ന സമയങ്ങളിൽ ട്രേഡിംഗ് വോളിയം, അതായത് കൈമാറ്റം നടന്ന ഷെയറുകളുടെ എണ്ണം, അത് കൂടിയതായിട്ട് കാണുന്നുണ്ട്. ഇതിന് പല അർത്ഥങ്ങളുണ്ടാവാം. ഒരു സാധ്യത എന്താച്ചാൽ താഴ്ന്ന വിലകൾ വാങ്ങാൻ ആൾക്കാർ താല്പര്യം കാണിക്കുന്നുണ്ട്. ചിലപ്പോ ഈ വിലയിടിവ് ഒരു അവസരമായിട്ട് കാണുന്നവർ സജീവമാകുന്നുണ്ടാവാം. ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നാളേക്ക് വില മുകളിലോട്ട് പോവുകയാണെങ്കിൽ എവിടെയൊക്കെ തടസ്സങ്ങൾ വരാം? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലൈ സോണുകൾ ഏതൊക്കെയാണ് ഈ പ്ലാനിൽ പറയുന്നത്? സപ്ലൈ സോൺ എന്ന് പറയുമ്പോൾ അവിടെ വിൽപ്പനക്കാർ കുറച്ചുകൂടി സജീവമാകാൻ സാധ്യതയുണ്ട്. അത് വിലയുടെ മുന്നേറ്റത്തെ ചിലപ്പോൾ തടഞ്ഞേക്കാം. ഈ പ്ലാൻ അനുസരിച്ച് ആദ്യത്തെ ഒരു പ്രധാന സപ്ലൈ സോൺ വരുന്നത് 25,220 മുതൽ 25,260 വരെയുള്ള ആ ഒരു ഏരിയയാണ്. ശരി. ഇതിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും അങ്ങോട്ട് പോയാൽ വില തട്ടി താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ മുകളിലേക്കുള്ള തടസ്സങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ താഴേക്ക് വന്നാൽ എവിടെയാണ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത? ഡിമാൻഡ് സോണുകൾ ഏതൊക്കെയാണ്? ഡിമാൻഡ് സോൺ എന്ന് വെച്ചാൽ വില അങ്ങോട്ട് താഴുമ്പോൾ വാങ്ങുന്നവർക്ക് താല്പര്യം കൂടും. അത് വിലയിടിവിനെ പിടിച്ചു നിർത്താൻ സഹായിക്കും. ഈ പ്ലാൻ പ്രകാരം ആദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ 25,100 തൊട്ട് 25,120 വരെയാണ്. അതിനും താഴെ 25,040, 25,060. ഇതൊരു കുറച്ചുകൂടി ശക്തമായ ഡിമാൻഡ് സോണായിട്ടാണ് കാണുന്നത്. കാരണം മുൻപ് പലതവണ വില ഈ ഒരു ലെവലിൽ വന്നിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ സപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ. ഇനി മാർക്കറ്റ് ഒരുപാട് വീക്ക് ആവുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ ഒരു 24,950, 24,980 റേഞ്ചിൽ വരാം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ ഇപ്പൊ വ്യക്തമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാനിലെ സ്ട്രാറ്റജികളിലേക്ക് കിടക്കാം. മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് കരുതുന്നവർക്ക്, ഒരു ബുള്ളിഷ് വ്യൂ ഉള്ളവർക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ? ബുള്ളിഷ് സൈഡിൽ 2 പ്രധാന സ്ട്രാറ്റജികളാണ് ഈ പ്ലാനിൽ പറയുന്നത്. ഒന്നാമത്തേത് ഡിപ്പ് എൻട്രി, അതായത് വിലയൊന്ന് താഴോട്ട് വരുമ്പോൾ ഒരു പ്രധാന സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് വെച്ച് വാങ്ങുന്ന രീതി. അതായത് വില കുറയുമ്പോൾ വാങ്ങുക. എവിടെയാണ് എൻട്രി പറയുന്നത്? അതെ, പക്ഷെ ഒരു കൃത്യമായ ലെവലിൽ. ഈ പ്ലാൻ പറയുന്നത് വില 25,100, 25,120 എന്ന ഡിമാൻഡ് സോണിലേക്ക് താഴ്ന്നു വരുമ്പോൾ അവിടെ ഒരു വാങ്ങൽ സാധ്യതയുണ്ട് എന്നാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു സപ്പോർട്ട് സോണാണ്. ശരി. അങ്ങനെ വാങ്ങിയാൽ ആദ്യത്തെ ടാർഗറ്റ് ഒരു 25,180 പരിഗണിക്കാം.
അതും കടന്നാൽ അടുത്ത ലക്ഷ്യം ഒരു 25,240 തൊട്ട് 25,260 വരെയുള്ള സപ്ലൈ സോൺ ആകാം. പിന്നെ റിസ്ക് മാനേജ്മെന്റ് പ്രധാനമാണല്ലോ. സ്റ്റോപ്പ് ലോസ് നിർദ്ദേശിച്ചിരിക്കുന്നത് 25,060 താഴെയാണ്. ആ ലെവൽ ബ്രേക്ക് ആയാൽ പിന്നെ നിൽക്കരുത്. ഈ സ്ട്രാറ്റജിയുടെ പിന്നിലെ ഒരു ലോജിക് എന്താണ്? എന്താ ഈ 25,100, 120 വാങ്ങാൻ പറയുന്നത്? പ്രധാനമായും ആ ലെവലിൽ ഡിമാൻഡ് വരും എന്നുള്ള പ്രതീക്ഷയാണ്, മുൻപ് സപ്പോർട്ട് എടുത്തതുകൊണ്ട്. വീണ്ടും ബയേഴ്സ് അവിടെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ബൗൺസ് പ്രതീക്ഷിച്ചുള്ള ഒരു എൻട്രിയാണിത്. ശരി, അത് ക്ലിയറായി. ഇനി രണ്ടാമത്തെ ബുള്ളിഷ് സാധ്യത എന്താണ്? രണ്ടാമത്തേത് ബ്രേക്ക്ഔട്ട് എൻട്രി. ഇതൊരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. നല്ല ശക്തിയോടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ വാങ്ങുന്ന രീതിയാണ്. ഇവിടെ പറയുന്നത് 25,260 എന്ന റെസിസ്റ്റൻസ് ലെവൽ നല്ല വോള്യൂംത്തോടെ മറികടന്നാൽ വാങ്ങാമെന്നാണ്. ഇവിടെ ഈ വോള്യത്തിന് എന്താ ഇത്ര പ്രാധാന്യം? അത് എടുത്തു പറയാൻ കാരണം? നല്ല ചോദ്യമാണ്. ഒരു ബ്രേക്ക്ഔട്ട് അത് ശരിക്കുള്ളതാണോ അതോ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണോ എന്ന് മനസ്സിലാക്കാൻ വോള്യൂം സഹായിക്കും. നല്ല വോള്യത്തോടെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ ആൾക്കാർ ആ നീക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അവർക്ക് ആ ഡയറക്ഷനിൽ വിശ്വാസമുണ്ടെന്നൊക്കെയാണ്. അത് ബ്രേക്ക്ഔട്ടിനൊരു കൺഫർമേഷൻ തരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ടാർഗറ്റായിട്ട് ഈ പ്ലാൻ കാണുന്നത് 25,320 to 25,340 സോണാണ്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 25,200 താഴെ വെക്കാനാണ് നിർദ്ദേശം. അപ്പോ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള ഒരു മൊമെന്റം ക്യാച്ച് ചെയ്യാനുള്ള ശ്രമം. ബുള്ളിഷ് പ്ലാനുകൾ നമ്മൾ കണ്ടു. ഇനി മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിലോ? അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നവർക്ക്, ഒരു ബേരിഷ് വ്യൂ ഉള്ളവർക്ക് എന്താണ് ഈ പ്ലാനിലുള്ളത്? തീർച്ചയായും മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ ബേറിഷ് സാധ്യതകൾക്കും ഈ പ്ലാനിൽ 2 പ്രധാന തന്ത്രങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തേത് ബ്രേക്ക് ഡൗൺ എൻട്രി. ഇത് ബ്രേക്ക്ഔട്ടിന്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഷോർട്ട് സെൽ ചെയ്യുന്ന രീതി. ഷോർട്ട് സെൽ എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയാമോ? ഷോർട്ട് സെൽ എന്ന് പറഞ്ഞാൽ കയ്യിലില്ലാത്ത ഷെയറുകൾ കടമെടുത്ത് ഇപ്പോഴത്തെ വിലയ്ക്ക് വിൽക്കും. എന്നിട്ട് വില കുറയുമ്പോൾ വാങ്ങി തിരികെ കൊടുക്കും. ആ വില വ്യത്യാസമാണ് ലാഭം. സിമ്പിളായി പറഞ്ഞാൽ വില ഇടിവിൽ നിന്ന് ലാഭമുണ്ടാക്കാനുള്ളൊരു വഴിയാണിത്. മനസ്സിലായി. ഈ പ്ലാൻ പ്രകാരം 25,060 എന്ന പ്രധാന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വില താഴേക്ക് പോയാൽ ഷോർട്ട് സെൽ പരിഗണിക്കാം. അപ്പോ അതിന്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും? ആദ്യത്തെ ടാർഗറ്റ് 2,490 ആണ് നിർദ്ദേശിക്കുന്നത്. അതും ബ്രേക്ക് ചെയ്താൽ അടുത്ത ലക്ഷ്യം 2,490 തൊട്ട് 2,495 വരെയുള്ള സോണായിരിക്കും. ഈ ഷോർട്ട് സെൽ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വില തിരിച്ചു കയറി 2,120 മുകളിൽ പോയാൽ. നഷ്ടം ലിമിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിന്റെ ഒരു ലോജിക് എന്തായിരിക്കും? എന്താ 2,560 ബ്രേക്ക് ചെയ്താൽ കൂടുതൽ താഴോട്ട് പോകുമെന്ന് കരുതാൻ കാരണം? കാരണം 2,560 നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണിന്റെ താഴത്തെ ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ആയാൽ അത് വാങ്ങാനിരുന്ന പലരുടെയും കോൺഫിഡൻസ് കുറയ്ക്കും. കൂടുതൽ പേർ വിൽക്കാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇത് സെല്ലിംഗ് പ്രഷർ കൂട്ടും, വിലയെ കൂടുതൽ താഴേക്ക് തള്ളും. ഒരു സെന്റിമെന്റ് ഷിഫ്റ്റ് സംഭവിക്കാം അവിടെ. മനസ്സിലായി. ഇനി രണ്ടാമത്തെ ബേറിഷ് സാധ്യത എന്താണ്? സെൽ ഓൺ റൈസ്. അതായത് വില കയറി ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണിൽ എത്തുമ്പോൾ അവിടെ തട്ടി താഴേക്ക് വരുന്നു എന്ന സൂചന കിട്ടിയാൽ ഷോർട്ട് ചെയ്യുക. ഈ പ്ലാനിൽ പറയുന്നത് വില 25,240, 25,260 എന്ന സപ്ലൈ സോണിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വലിയ മുകളിലെ വിക്കുകളുള്ള കാൻഡിലുകൾ, വോള്യം കുറയുന്നത്, അങ്ങനെയൊക്കെ കണ്ടാൽ ഷോർട്ട് സെൽ ചെയ്യാം. റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ചു വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലെ ഇതിന്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസോ? ഈ കേസിൽ ടാർഗറ്റ് പരിഗണിക്കേണ്ടത് 25,120, 25,100 എന്ന സപ്പോർട്ട് സോണാണ്. കാരണം റെസിസ്റ്റൻസിൽ നിന്ന് റിജക്റ്റ് ആയാൽ അടുത്ത സപ്പോർട്ടിലേക്കാവും മിക്കവാറും വരിക. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 25,280 മുകളിലാണ്. അതായത് ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ നമ്മുടെ പ്ലാൻ തെറ്റി, അപ്പോൾ എക്സിറ്റ് ആവണം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനുകൾ തന്നെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പ്ലാനിനും കൃത്യമായി എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
അതെ അതെ, അത് വളരെ പ്രധാനമാണ്. ട്രേഡിംഗിൽ ലാഭം പോലെ തന്നെ പ്രധാനമാണ് നഷ്ടം ലിമിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളിൽ ഇമോഷണലായി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാം. ഒരു പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണുകെട്ടി വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഈ പ്ലാൻ ഒരു ഫ്രെയിംവർക്ക് തരുന്നുണ്ട്. ശരിയാണ്. അപ്പോ നാളത്തേക്ക് സെപ്റ്റംബർ 24-ലേക്ക് ഈ വിശകലനത്തിലെ പ്രധാന സ്ട്രാറ്റജികൾ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാമോ? ഒരു ക്വിക്ക് റീക്യാപ്പ്. തീർച്ചയായും. ചുരുക്കി പറഞ്ഞാൽ 4 പ്രധാന ആശയങ്ങൾ. 1. ഡിപ്പ് ബൈ. വില 25,100 അടുത്തേക്ക് വരുമ്പോൾ വാങ്ങുക. ലക്ഷ്യം 25,180, പിന്നെ 25,240, 260 സോൺ. സ്റ്റോപ്പ് ലോസ് 25,060 താഴെ. ഓക്കെ. 2. ബ്രേക്ക്ഔട്ട് ബൈ. 25,260 വോളിയത്തോടെ ബ്രേക്ക് ചെയ്താൽ വാങ്ങുക. ലക്ഷ്യം 25,320, 25,340 സോൺ. സ്റ്റോപ്പ് ലോസ് 25,200 താഴെ. ശരി. 3. ബ്രേക്ക് ഡൗൺ സെൽ. 25,060 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഷോർട്ട് ചെയ്യുക. ലക്ഷ്യം 24,980, പിന്നെ 24,980, 950 സോൺ. സ്റ്റോപ്പ് ലോസ് 25,120 മുകളിൽ. 4. സെൽ ഓൺ റൈസ്. 25,240, 25,260 സോണിൽ റിജക്ഷൻ കണ്ടാൽ ഷോർട്ട് ചെയ്യുക. ലക്ഷ്യം 25,100, 120 സോൺ. സ്റ്റോപ്പ് ലോസ് 25,280 മുകളിൽ. അപ്പോ ഈ ലെവലുകൾ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു 25,060 25,260 ഇടയിലുള്ളൊരു റേഞ്ചിലാണ് ഉള്ളതെന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടിയാൽ അടുത്ത മൂവ്മെന്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. വളരെ വ്യക്തമായ ഒരു സംഗ്രഹം. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത സെപ്റ്റംബർ 24-ലെ നിഫ്റ്റി 50-യുടെ ട്രേഡ് പ്ലാനിന്റെ ഒരു ആഴത്തിലുള്ള വിശകലനം തന്നെയാണ് നമ്മൾ നടത്തിയത്. പ്രധാനപ്പെട്ട സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ, പിന്നെ ബുള്ളിഷ്, ബേറിഷ് സാഹചര്യങ്ങളിലുള്ള സാധ്യതകൾ, അതിന്റെ ലോജിക്. അതെ, നിങ്ങൾക്ക് ഈ ചർച്ച എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നാളത്തെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കീ ലെവലുകളെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ ഇത് സഹായിക്കും. ഒരു ട്രേഡിംഗ് തീരുമാനം എടുക്കുന്നതിനു മുൻപ് ഇതുപോലുള്ള വിശകലനങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സ്വന്തം അനാലിസിസിന് ഇതൊരു ഇൻപുട്ടായിട്ട് എടുക്കാം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു വിശകലനം മാത്രമാണ്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതുപോലെ തന്നെ നീങ്ങണമെന്നില്ല. പല ഘടകങ്ങൾ, വാർത്തകൾ, ഗ്ലോബൽ കാര്യങ്ങൾ, അതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കാം. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് ആരും എടുക്കരുത്. ഏതൊരു ട്രേഡ് എടുക്കുന്നതിന് മുൻപും സ്വന്തം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നോക്കണം. വേണമെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. ഈ ചർച്ച ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് മാത്രമാണ്. നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്ത പ്ലാനുകളൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആണ്, ലോജിക്കലാണ്, റൂൾസ് ഒക്കെയുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നല്ലൊരു പ്ലാൻ ഉണ്ട്, പക്ഷേ മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച പോലെയല്ല പോയത്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെക്കുക. അതിനെ ഇമോഷണൽ അല്ലാതെ നേരിടാൻ നിങ്ങൾ റെഡിയാണോ? പ്ലാൻ എ വർക്ക് ആയില്ലെങ്കിൽ പ്ലാൻ ബി എന്താണ്? മാർക്കറ്റിലെ അൺസർട്ടനിറ്റിയെ നേരിടാനുള്ള ഒരു മെന്റൽ ടഫ്നെസ്, അത് ഈ നമ്പറുകൾക്കും ചാർട്ടുകൾക്കും അപ്പുറം പ്രധാനമല്ലേ? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്. വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. ആ ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലിരിക്കട്ടെ. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.